ഹായ് എവരി വൺ. അപ്പം നമ്മുടെ ഒരു അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്കൊരു ആഫ്റ്റർ സൺസെറ്റിന് ശേഷം നമുക്ക് ഉറക്കം വരാറുണ്ട്? പകലൊന്നും ഇല്ലാത്തൊരു ഉറക്കം ഒരു ആഫ്റ്റർ സൺസെറ്റിന് ശേഷമേ വരാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സ്ലീപ്പി മോഡിലേക്ക് പോകാറുണ്ട്. അതെന്തുകൊണ്ടാണ് ഒരു സ്ലീപ്പി മോഡിലേക്ക് പോകുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അങ്ങനെ കിടന്ന് ശീലിച്ചത് കൊണ്ടാണോ മാത്രമാണോ? അല്ല, അവിടെ ഡെഫിനറ്റ്ലി നമുക്ക് വരുന്നത് നമ്മുടെ ബ്രെയിനിൽ പ്രോഗ്രാംഡ് ആണ് രാത്രി കിടന്നുറങ്ങണം. നമ്മൾ രണ്ട് ടൈപ്പ് ഓർഗാനിസത്തിനെ പറയാറുണ്ട്, നൊക്ടേണൽ ആൻഡ് ഡയേണൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓർഗാനിസത്തിനെ കുറിച്ച് പറയാറുണ്ട്. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ നൈറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ജീവികളാണ് നൊക്ടേണൽ എന്ന് പറയുന്നത്. ഡയേണൽ എന്ന് പറഞ്ഞാൽ ഡേ ടൈമിൽ നൈറ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളും, ഡയേണൽ എന്ന് പറഞ്ഞാൽ ഡേ ടൈം ആക്റ്റീവ് ആയി. നമ്മൾ ഡേ ടൈം ആക്റ്റീവ് ആയിട്ടുള്ള ബേർഡ്സ്, ഹ്യൂമൻസ് ഒക്കെ എന്താണ് ഡേ ടൈം ആണ്. നൈറ്റിൽ മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള ഔളൊക്കെ എന്താണ് ഒരു നൊക്ടേണൽ ആനിമലാണ്. ബാറ്റ്, ഔളൊക്കെ നൊക്ടേണൽ ആനിമലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിസംസ് നൈറ്റിൽ മാത്രം. അപ്പോൾ ഈ നമ്മുടെ ഹ്യൂമൻസ് ഒരു ഡയേണൽ ആണ്. അപ്പോൾ ഡേ ടൈമിൽ നമുക്ക് ആക്ടിവിറ്റി കൂടുതലും, നൈറ്റിൽ എന്താണ് നമ്മുടെ റെസ്റ്റിംഗ് പീരീഡും കൂടെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ബ്രെയിനിന് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. ബ്രെയിനിൽ അത് ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. നൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഉറങ്ങാനുള്ളതാണ് എന്നുള്ളത് പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ കണക്ഷൻ വിത്ത് ദ എൻഡോക്രൈൻ സിസ്റ്റം? ആ ഒരു ഉറക്കം, സ്ലീപ്പ് ആൻഡ് അവേക്കനിങ് സൈക്കിൾ, അല്ലെങ്കിൽ അതും നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു ഹോർമോണും ഒരു ഗ്ലാൻഡും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സ്ലീപ്പ് ആൻഡ് അവേക്കനിങ് സൈക്കിളിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡ് എന്ന് പറയുന്നത് പിനിയൽ ഗ്ലാൻഡും, അതുപോലെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് മെലറ്റോണിനുമാണ്. അപ്പൊ സ്ലീപ്പ് ആൻഡ് അവേക്കനിങ് സൈക്കിൾ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു റിലേറ്റ് ടു ടേംസ്, പിനിയൽ ഗ്ലാൻഡ് ആൻഡ് ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പിനിയൽ ഗ്ലാൻഡ് കോൾഡ് മെലറ്റോണിൻ. മെലറ്റോണിൻ എന്ന് പറയുന്ന എന്താണ് ഹോർമോണും കൂടിയാണ് നമ്മുടെ സ്ലീപ്പ് ആൻഡ് അവേക്കനിങ് സൈക്കിളിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങൾ പോകേണ്ടത്. പിനിയൽ ഗ്ലാൻഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ലൊക്കേറ്റഡ് നിയർ ദ തലാമസ് ഇൻ ദ ഹ്യൂമൻ ബ്രെയിൻ. തലാമസിന്റെ തൊട്ടടുത്തായിട്ടാണ് എന്താണ് പിനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. അതിനടുത്തായിട്ടാണ് പിനിയൽ ഗ്ലാൻഡ്. ഈ ഒരു ചെറിയ പോർഷൻ ആണ് പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, വളരെ ടൈനി ആയിട്ടുള്ളതാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പിനിയൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ അല്ലെങ്കിൽ മെലറ്റോണിന്റെ സെക്രീഷൻ എന്ന് പറയുന്നത് ദാറ്റ് വേരീസ് എന്നുള്ളതാണ് പറയാൻ പറ്റുക. വേരിയേഷൻ, അവിടെ ഒരു വേരിയേഷൻ ഉണ്ട്. മോർണിംഗ് ആണോ അത് നൈറ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അതിന്റെ സെക്രീഷൻസ് ഉണ്ടാവാറ്. അപ്പൊ ആ വേരിയേഷനെ ബേസ് ചെയ്തിട്ട് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ്സിനെ അത് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ദ വേരിയേഷൻസ് ഇൻ ദ സെക്രീഷൻ ഓഫ് ദിസ് ഹോർമോൺ ഇൻഫ്ലുവൻസസ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ താഴെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോർമോൺ ലെവൽ ഇൻ പൈക്രോഗ്രാം പെർ മില്ലി ലിറ്ററും, അതുപോലെ ടൈം, അതായത് ഡേ ടൈം 12 PM to 12 PM ഒരു ഗ്രാഫാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് 24 hours എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു 12 PM നമ്മുടെ ഒരു ഡേ ടൈം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഏകദേശം നൂൺ ആ സമയമാകുമ്പോഴൊക്കെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ സ്റ്റഡി ആയിട്ടാണ് വരുന്നത്. ആഫ്റ്റർ 4 PM എന്താണ്, സ്ലോലി റേസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരു ചെറുതായിട്ടൊരു ചേഞ്ച് ഉണ്ട്. ദെൻ ആഫ്റ്റർ 8 PM ആ ഒരു മെലറ്റോണിന്റെ അളവ് നോക്കുക. മെലറ്റോണിൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഹോർമോൺ എന്ന് പറയുന്നത് മെലറ്റോണിൻ ആണ്. മെലറ്റോണിൻ ഷാർപ്ലി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് അതിന്റെ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുന്നുണ്ട്. അബൌട്ട് 4 AM ആകുമ്പോൾ അതിന്റെ പീക്കിൽ എത്തണം. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വരുന്നത് അല്ലെങ്കിൽ ലെവൽ വരുന്നത് അറ്റ് 4 AM, അറൌണ്ട് 4 AM 3 ഒക്കെ ആകുമ്പോഴേക്കും വരും. ദെൻ ആഫ്റ്റർ 3 AM അവിടെ നിന്ന് എന്തും എഗെയിൻ അത് റെഡ്യൂസ് ചെയ്യാം, അതിന്റെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റോപ്പ് ആയി. നമ്മുടെ ബ്ലഡിൽ ഈ മെലറ്റോണിന്റെ അളവ് കുറഞ്ഞു വന്ന് അറൌണ്ട് ഒരു 8 AM ആകുമ്പോഴേക്കും അത് എന്ത് ചെയ്യും, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ 8 AM to 12 PM വരെ എന്താണ്, ഒരു 4 PM വരെ നമ്മളിവിടെ വരെ നോക്കുകയാണെങ്കിൽ 4 PM വരെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ്. ദെൻ ആഫ്റ്റർ 4 PM സ്ലോലി അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അറൌണ്ട് 8 PM that sharply increases, and at the 3 AM, around 3 AM it falls again. It reaches at the peak level and again it starts to fall off, അല്ലെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു 8 PM to അറൌണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലതായിട്ട് സ്ലീപ്പ് കിട്ടുന്ന ഏകദേശ സമയം എന്ന് പറയാൻ പറ്റുന്നത് ഇത്രയാണ്. 8 AM വരെ നമുക്ക് സ്ലീപ്പ് കിട്ടും. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ഉറങ്ങി മെല്ലെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ കൂടി വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് എഗെയിൻ അത് റെഡ്യൂസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ എത്രയാണെങ്കിലും നമ്മൾ നൈറ്റ് ഉറങ്ങുക എന്നത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നൈറ്റിലാണ് ഈ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കൂടുന്നത്. മെലറ്റോണിൻ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാണ് നല്ലൊരു സ്ലീപ്പ് ആൻഡ് വേക്ക് അവേക്ക് സൈക്കിളിങ് അവേക്കനിങ് സൈക്കിൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഡേ എന്ത് ആക്ടിവിറ്റീസ് അവിടെ നടക്കണം എന്നൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെലറ്റോണിൻ ആണ്. മെലറ്റോണിൻ പ്ലേസ് എ മേജർ റോൾ ഇൻ കൺട്രോളിങ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ത്രൂ ഔട്ട് ദ ഡേ ടൈമിലൊക്കെ എങ്ങനെ നടക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതൊക്കെ ആരാണ്? ഈ മെലറ്റോണിൻ ആണ്. അതുകൊണ്ട് തന്നെ പിനിയൽ ഗ്ലാൻഡിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നുണ്ട്. നമ്മൾ 24 hours ഉള്ള ഒരു ഡിജിറ്റൽ ക്ലോക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനുവൽ ക്ലോക്ക് ഒരു ക്ലോക്ക് അവിടെ ഉണ്ടാവില്ലേ? ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ നമ്മുടെ ബോഡിക്ക് അറിയാം 24 hours ഉണ്ട്, എന്താണ് 24 hours ഉണ്ട് എന്നുള്ളതും അത് എപ്പോൾ ഉറങ്ങണം എപ്പോൾ എണീക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ബോഡിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് പിനിയൽ ഗ്ലാൻഡ് ആണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ ആക്ടിവിറ്റി വരേണ്ടത്. ഒരു ആഫ്റ്റർ 8 ആയി കഴിഞ്ഞാൽ നമുക്ക് സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ഒരു സ്ലീപ്പി മോഡ് ഓൺ ആക്കണം എന്നുള്ളത് അറിയാം. ദെൻ ആഫ്റ്റർ 8 AM ആണ് നമ്മൾ 8 AM എന്താണ് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ല എനർജറ്റിക് ആവും. ദെൻ ആ ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നൗഡേയ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലരുടെയും ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഡിസ്ട്രക്റ്റഡ് ആണ്. ലേറ്റ് നൈറ്റ് ഉറങ്ങാണ്ടിരിക്കുക, ദെൻ മോർണിംഗ് അറൗണ്ട് 3 o'clock ഒക്കെ ആകുമ്പോൾ ഉറങ്ങുക, ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു 10-11 മണി വരെയൊക്കെ കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് നമ്മുടെ ബോഡി ആക്ച്വലി സമ്മതിക്കുന്നില്ല. നമ്മുടെ ബോഡിക്ക് വേണ്ടത് 8 to 8 AM. ആ സമയത്താണ് ഏറ്റവും മെലാനിൻ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് അല്ലേ? ഒരു അറൗണ്ട് 3 ആകുമ്പോഴേക്കും റെഡ്യൂസ് ചെയ്ത് വരികയാണ്. ആഫ്റ്റർ 8 AM ഒക്കെ കിടക്കുക എന്ന് പറഞ്ഞാൽ മെലറ്റോണിൻ്റെ അളവ് സ്റ്റഡിയായി കിടക്കേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങി കിടക്കുക എന്ന് പറയുമ്പോൾ അത് എന്താണ് ഡിസ്ട്രപ്റ്റഡ് സ്ലീപ്പ് തന്നെയാണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ് ഏതാണ്? പിനിയൽ ഗ്ലാൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ നൈറ്റിൽ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഒരുപാട് സമയം യൂസ് ചെയ്യുകയാണ്. അപ്പം ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നൈറ്റിൽ കിടക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യുന്നവരാണൊക്കെ എങ്കിൽ അവർക്കൊരു ഉറക്കം വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ പറയാറുണ്ട് നൈറ്റിൽ ഫോൺ യൂസ് ചെയ്ത് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഉറക്കം വരാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈവൻ ഉറങ്ങിക്കഴിഞ്ഞാലും ഒരു ഡിസ്ട്രപ്റ്റഡ് സ്ലീപ്പൊക്കെ ഉണ്ടാവുക, ഉറങ്ങുന്നത് ശരിയല്ല, പിന്നെ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞാൽ ഒരു സ്ലീപ്പി ഫീലിംഗ് ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെ എന്താണ്? അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൈൻഡ് ഓഫ് ഡിവൈസ് ലൈറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും നിങ്ങൾക്ക് അറിയാം ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് പിനിയൽ ഗ്ലാൻഡിന്റെ നോർമൽ ഫങ്ഷനിങ് അവിടെ നടക്കുന്നില്ല. അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അത് എന്താണ് മെലറ്റോണിൻ പ്രൊഡക്ഷൻ നടക്കണം. മെലറ്റോണിൻ നടന്നാലാണ് നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ആ ഒരു നേരത്തെ കണ്ട ഗ്രാഫിന് പ്രകാരം വർക്ക് ചെയ്താലാണ് ഒരു 8 AM to 4 PM വരെ എന്താവണം, അതൊരു സ്റ്റഡി സ്റ്റേറ്റ് ആവണം മെലാറ്റോണിൻ വരേണ്ടത്. ആഫ്റ്റർ 4 PM ശേഷമാണ് റേസ് ചെയ്യേണ്ടതും പീക്കിലെത്തേണ്ട ഒരു അറൗണ്ട് 3 AM ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്ട്രപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ മെലറ്റോണിൻ പ്രൊഡക്ഷൻ പ്രോപ്പറായി നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഈ ഒരു പറയുന്ന ഡിവൈസിൻ്റെ ഒക്കെ ഉപയോഗമൊക്കെ നമ്മൾ ലൈറ്റൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുള്ളൂ. ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ബോഡി എന്താവുള്ളൂ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഇത്ര ചിന്തിച്ചാൽ മതി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാണ്, ഒരു റെസ്റ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡി ടയേർഡാവും. ബോഡി ടയേർഡായി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് നടക്കണം എന്നില്ല. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സ്ലീപ്പിന് ഒരു നല്ല ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റിന് ആവശ്യമാണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു നമുക്ക് പറയണ്ട ഈസ് ഡാർക്ക്നെസ് നെസസറി ഫോർ സ്ലീപ്പിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു യെസ് ആണ് അതിന് പറയേണ്ടത്. നമുക്ക് മേ ബി ഫിസിക്കലി നമ്മൾ ഉറങ്ങാം. നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, നിങ്ങൾക്ക് ചോദ്യം വരാം ലൈറ്റ് ഇട്ടാലും നമ്മൾ ഉറങ്ങാറുണ്ടല്ലോ, ലൈറ്റ് ഉള്ള സമയത്ത് നമ്മൾ ഉറങ്ങാറുണ്ടല്ലോ എന്നുള്ളത്. ഫിസിക്കൽ സ്ലീപ്പ് ഓക്കെയാണ്, നമുക്ക് അങ്ങനെ നടക്കും, ലൈറ്റ്സ് ഉണ്ടെങ്കിലും നടക്കും. പക്ഷേ നല്ല ഡീപ്പായിട്ട് നമുക്കൊരു റീസ്റ്റോറേറ്റീവ് ആയിട്ട്, അതായത് നല്ലൊരു ഉറക്കം കിട്ടണമെങ്കിൽ ഹെൽത്തി സ്ലീപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാർക്ക്നെസ് എന്താണ് നെസസറി ആണ്. ഫിസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഒരാൾ നമ്മൾ പോയി റൂമിൽ നോക്കുന്ന സമയത്ത് പകലാണെങ്കിലും അയാൾ അല്ലെങ്കിൽ രാത്രി ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതെന്താണ്, അയാൾ ഫിസിക്കലി ഫോൾ അസ്ലീപ്പ് എന്ന് പറയാം, ആൾ ഉറങ്ങിയിട്ടുണ്ട്, ഫിസിക്കലി ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അയാളെ ഡീപ്പ് സ്ലീപ്പ് അല്ല ഉണ്ടാവുക, അല്ലെങ്കിൽ അയാളുടെ ഒരു റിസ്റ്റോറേറ്റീവ് ആയിട്ട് നമ്മൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെ ടയർഡ്നെസ് ഒക്കെ മാറ്റി നല്ലൊരു ഫ്രഷ് ആയിട്ട് എണീക്കാൻ വേണ്ടിയിട്ടാണ്, അയാൾ ഒരു എല്ലാം റീസ്റ്റോർ ചെയ്യുക എന്നുള്ള കണ്ടീഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് നമ്മുടെ ഈ ഒരു ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഹോർമോൺ, അതായത് സ്ലീപ്പ് ഹോർമോൺ ആണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്.
ആ സ്ലീപ്പ് ഹോർമോണിൻ്റെ ഫങ്ഷനിങ്ങിൽ അതിൻ്റെ സെക്രീഷനിൽ എന്ത് പറയും ഒരു ഡിസ്ട്രപ്ഷൻ വരുത്താണ് ഈ ഒരു ഡാർക്ക്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ. എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള സ്മോൾ ഗ്ലാൻഡാണ് പീനിയൽ ഗ്ലാൻഡ്. അത് സെക്രീറ്റ് ചെയ്യുന്ന മെലറ്റോണിൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. ആഫ്റ്റർ 8 PM ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഉറക്കം, നമുക്കൊരു സ്ലീപ്പ്നെസ് ഫീൽ ചെയ്യുന്ന, ടയേർഡായിട്ട് ഫീൽ ചെയ്യിക്കുകയും ചെയ്യും. മെലറ്റോണിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഒരു സ്ലീപ്പി ഫീലിംഗ് നമുക്ക് ഉണ്ടാവും, ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്യും. ആ ടയർഡ്നെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇൻഫോംസ് ദ ബ്രെയിൻ ടു ബ്രെയിൻ, അത് പാസ് ചെയ്യാണ്, ബ്രെയിനിലേക്ക് പാസ് ചെയ്യാണ് സ്ലീപ്പി, ദി ബോഡി എന്താണ് ടൈം ടു റെസ്റ്റ് എടുക്കാൻ സമയമായി, റെസ്റ്റ് എടുക്കാൻ സമയമായി എന്നുള്ളത് പറയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ്, മെലറ്റോണിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റ് എക്സ്പോഷറിനെ ഡിപ്പെൻഡഡ് ആണ്. അതുകൊണ്ടാണ് നൈറ്റിൽ ആഫ്റ്റർ 4 PM അതിൽ റൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ആഫ്റ്റർ 4 PM എന്ന് പറയുമ്പോൾ സൺലൈറ്റിൻ്റെ എമൗണ്ട് കുറയാണ്, സൺലൈറ്റ് എക്സ്പോഷർ കുറയാണ്. അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ കുറേ ഒരു നമ്മുടെ ഡാർക്ക്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, ലൈറ്റ് എക്സ്പോഷർ കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിലൂടെ ലൈറ്റ് ഉള്ളിലേക്ക് എത്തുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള മെലറ്റോണിൻ, ലൈറ്റ് എക്സ്പോഷർ കുറഞ്ഞു കഴിഞ്ഞാൽ മെലറ്റോണിൻ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മെലറ്റോണിൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു സ്ലീപ്പ് അവേക്കനിങ് ആ ഒരു സ്ലീപ്പ് ആൻഡ് അവേക്കനിങ് സൈക്കിളിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആണ് നമ്മുടെ മെയിൻ ആയിട്ട്. കാരണം ഈ ഒരു ഡാർക്ക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ല, നമ്മൾ പറഞ്ഞു ഡാർക്ക്നെസ് ഇല്ലെങ്കിലും ഒരു ലൈറ്റ് ഓൺ ആണെങ്കിലും നമുക്ക് ഫിസിക്കൽ സ്ലീപ്പ് കിട്ടും, പക്ഷെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഡാർക്ക്നെസ്സിൽ മാത്രമാണ് എന്താണ് മെലറ്റോണിൻ പ്രൊഡക്ഷൻ കൂടുന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു 4 PM ആകുമ്പോഴേക്കും നമ്മുടെ കണ്ണിൽ, നമ്മുടെ പുറത്ത് സറൗണ്ടിങ്ങിൽ എന്ത് ചെയ്യും, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയാൻ തുടങ്ങും അല്ലേ. ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കണ്ണിലൂടെ ഉള്ളിലേക്ക് എത്തുന്ന ലൈറ്റ് എമൗണ്ട് കുറവായും, അങ്ങനെ ലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓക്കെ ഇത് ടൈമായി, എനിക്ക് പ്രൊഡക്ഷനുള്ള സമയമായി എന്ന് പിനിയൽ ഗ്ലാൻഡിന് അവിടെ കൊടുക്കുകയാണ്. പിനിയൽ ഗ്ലാൻഡ് എന്ത് ചെയ്യും, മാക്സിമം മെലറ്റോണിന് പ്രൊഡക്ഷൻ നടത്തി വരികയാണ്. അപ് ടു അറൗണ്ട് 3 AM വരെ അതെന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നടത്തും. ദെൻ അതിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി കഴിഞ്ഞാൽ അത് മെല്ലെ 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 അതിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് എക്സ്പോഷർ, അപ്പോൾ നമ്മൾ നൈറ്റിൽ ലൈറ്റ് ഇട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഡിവൈസസ് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് എന്താണ് ആ നല്ല ലൈറ്റ് വരികയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല ഇത് മെലറ്റോണിൻ പ്രൊഡക്ഷൻ, ഇത് പകൽ തന്നെയാണ് എന്നുള്ളൊരു ഇതിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യില്ല, മെലറ്റോണിൻ വേണ്ട രീതിയിൽ പ്രൊഡക്ഷൻ നടക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് ഒരു പ്രോപ്പർ സ്ലീപ്പിലേക്ക് നമ്മൾ എത്തിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ബെഡിലേക്ക് പോകുമ്പോൾ, ബെഡിലെത്തുന്ന മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈസസ് ഒക്കെ ഓഫാക്കി നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ബെഡിലെത്തുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി നമ്മുടെ കണ്ണിലേക്ക് ഇരുട്ടെന്നുള്ള രീതിയിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ കിടന്നുറങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, 2 കാര്യങ്ങളാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മെലറ്റോണിൻ അല്ലെങ്കിൽ സ്ലീപ്പ് അവേക്കനിങ് സൈക്കിൾ എന്ന് പറയുന്നത് പിനിയൽ ഗ്ലാൻഡ് ആണ്. പിനിയൽ ഗ്ലാൻഡ് ഈസ് ഓൾസോ നോൺ ആസ് ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്, അതാണ് നമ്മുടെ ഒരു എങ്ങനെയാണ് ഒരു ദിവസം പോകുന്നത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബയോളജിക്കൽ ക്ലോക്ക് അതാണ്. ദെൻ പിനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. സ്ലീപ്പ് ഹോർമോൺ എന്നും പറയാറുണ്ട്. ലൊക്കേറ്റ് ചെയ്യുന്നത് തലാമസിൻ്റെ അടുത്തായിട്ടാണ് കാണുന്നത്. ദെൻ അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അറൗണ്ട് 8 AM to 4 PM എന്താണ് ഒരു സ്റ്റഡി സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അതായത് പ്രൊഡക്ഷൻ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെ പറയാൻ പറ്റും. ഒരു സ്റ്റഡി സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക, ഒരു റിക്വയർഡ് എമൗണ്ട് ഉണ്ടാവും. ദെൻ ആഫ്റ്റർ 4 PM it starts to raise അല്ലേ, ഇൻക്രീസ്. ദെൻ ഒരു അറൗണ്ട് 8 PM ആകുമ്പോഴേക്കും സഡൻ ഇൻക്രീസ് ആണ് നടക്കുന്നത് അല്ലേ, സഡൻ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് നടക്കും. അറൗണ്ട് 3 PM ഒക്കെ ആകുമ്പോഴേക്കും പീക്കിലെത്തും. ദെൻ PM കഴിഞ്ഞാൽ ആഫ്റ്റർ 3 PM എത്തിക്കഴിഞ്ഞാൽ ദെൻ ഫാൾസ് ഡൗൺ, പിന്നെ സെക്രീഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പിനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അവിടെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കമ്പ്യൂട്ടറും ഡിവൈസസും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ്, പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഒരു ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് കിട്ടേണ്ടത് ആവശ്യമാണ്. താങ്ക് യു.